രാജഗോപാൽ. അദ്ദേഹം തായ്മാമത്തിന്റെ പരിസരത്താണ് അദ്ദേഹത്തിന്റെ വസതി. അദ്ദേഹം അമ്മയെ മാത്രമേ ആ വീട്ടിലുള്ളൂ. ഏകദേശം എന്റെ കണക്കിൽ ഇനി ഇദ്ദേഹം ഒരു ടാക്സി കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലായിട്ടുള്ളത്. ആ ടാക്സി കാറിൽ അദ്ദേഹം ഇനി അമ്മയെ കാണുന്നത് രണ്ടവുമില്ല. നമുക്കതിനകത്ത് തിരക്ക് പിടിച്ച പുലിക്കളിക്ക് വരെ അമ്മയെ അതിലുള്ളിൽ കൊണ്ട് നിർത്തി പുലിക്കളി കാണിച്ചു. ഇവിടെ വരുന്നൊരു കാര്യമുണ്ടായി. എന്റെ കൂത്തമ്പലം കാണാൻ അദ്ദേഹം അമ്മയെ കൂട്ടി വന്ന് ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നു. കൂത്തമ്പലത്തിൽ വെച്ച് ഞാനവിടെ കല്യാണ സൗന്ദര്യ കഥയുടെ കുറച്ച് പാട്ടൊക്കെ വെറുതെ എന്റെ സാധാരണ വേഷത്തിൽ കാണിച്ചു പറഞ്ഞതാണ്. എന്റെ വേഷത്തിലുള്ള തുടര് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എവിടെ എന്നെ സിനിമ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു സാഹചര്യം ഇന്നത്തെ പരിപാടിക്ക് വിളിച്ചപ്പോൾ അവിടെ കുറെ ലേറ്റായി. അപ്പൊ ഇന്ന് ഇവിടെ വരുവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവർ വന്നത്. അമ്മയെ നോക്കുന്ന ഒരു മകൻ നമുക്ക് എല്ലാവർക്കും വലിയ പ്രത്യേകിച്ച് ഗുരുവായൂർ വാസികൾക്കൊക്കെ അവിടെ ആദ്യം നടന്നത് അമ്മമാരെ നടന്നത് അതാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ കുറെ അമ്മമാരെ കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ മക്കളില്ലാത്തവരൊന്നല്ല. അപ്പൊ അദ്ദേഹം വിവാഹം വരെ ചെയ്യാൻ മറന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ അമ്മയിലേക്ക് മാത്രം ഇപ്പൊ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ സാധ്യമാകുന്നു. കോവിഡ് കാലത്ത് കൈവിട്ട് പോയതാണ്. എനിക്കറിയാൻ ഞങ്ങൾ പോകാറുണ്ട്. മൂക്കിൽ ട്യൂബ്, അവിടെ ട്യൂബ്, ഇവിടെ ട്യൂബ്, സകലത്തിൽ ട്യൂബായിട്ട് ഒരുപാട് കാലം കരുതിയിരുന്നതാണ്. ഇപ്പൊ വളരെ സന്തോഷവതിയാണ്. ഇന്നലെ നമ്മുടെ ലോക ചിരിദിനമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നല്ല. അപ്പൊ അമ്മയുടെ ചിരി വരട്ടായിരിക്കും. ആ ചിരി ഞാൻ എഴുതിയിരുന്നു എന്റെ സ്റ്റാറ്റസ്. എല്ലാവരും ചോദിച്ചത് ആ അമ്മ ഇന്നിവിടെ വന്നു എന്റെ തുടര് കണ്ടു. വളരെ സന്തോഷവതിയാണ്. അതൊന്ന് അറിയിച്ചു തരുന്നു.